ചോദിച്ചാൽ അന്ന് ഞങ്ങൾക്ക് ഉപ്പുമാവും പാലും ഇപ്പൊ സാറ് പ്രത്യേകം നോക്കും, വിളമ്പാനൊക്കെ വരുത്തില്ല എങ്കിൽ തന്നെ ഈ അടിക്കുന്ന കുട്ടികളോട് വളരെ ദയാലുവായിരുന്നു എലിയാമ്മ സാർ. എലിയാമ്മ സാറിന്റെ 90 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 90 വയസ്സുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കൂടി വന്നാൽ 70 അല്ലെങ്കിൽ 75 വയസ്സ്. കാരണം ഇപ്പോഴും നല്ല ചുറുചുറുക്കോട് കൂടി ഞാൻ എന്നും പള്ളിയിൽ വരുമ്പോൾ നോക്കുമ്പോൾ എലിയാമ്മ സാർ അവിടെ കാണും. പലരും ഞായറാഴ്ച ദിവസം പള്ളിയിൽ വരാതെ അലക്ഷ്യമായിട്ട് നടക്കുന്ന ആ സമയത്ത് ആ വെള്ളവസ്ത്രവും ധരിച്ചോണ്ട് വന്ന് എല്ലാ ആഴ്ചയിലും കുർബാനകളിലും ഒക്കെയും സംബന്ധിക്കുന്നുണ്ട്. അപ്പോഴും ദൈവം എലിയാമ്മ സാറിന് നല്ല ആരോഗ്യം ഇതുവരെയും കൊടുത്തു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ പഴയ ടീച്ചേഴ്സിനെ നോട്ട് തന്നെ ലീലാപിള്ള സാറായിരുന്നു, ഹെഡ് മാസ്റ്റർ യോന സാറ്, എലിയാമ്മ സാറ്, വർഗീസ് സാറ്, തങ്ക സാറ്, പിന്നെ പിച്ച സാറുണ്ടായിരുന്നു. നിങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ പിച്ച സാറിന് വിളിക്കാനുള്ള കാര്യം പിച്ചു, അതുകൊണ്ട് പിച്ച സാറിന് പുള്ളിക്ക് പേര് കൊടുത്തു. സാറിനത് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 3 വ്യക്തികളായിരുന്നു തങ്ക സാറും എലിയാമ്മ സാറും യോന സാറും. കാരണം അവരുടെ പഞ്ച്വാലിറ്റി, കേപ്പബിലിറ്റി, സിൻസിയോറിറ്റി, ഈ 3 കാര്യങ്ങളും എലിയാമ്മ സാറിൽ നിക്ഷിപ്തമായിട്ട് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം പള്ളിയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുകയുണ്ടായി, ട്രിപ്പ് കൊടുത്തതായ സമയത്ത് അതിന്റെ ഇത് വെച്ചോണ്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹോറിബിൾ. അത് വളരെയധികം നമ്മൾ അതിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. 2, ഇപ്പോഴും ആ നല്ല ഡ്രസ്സിങ് എപ്പോൾ കണ്ടാലും എനിക്ക് തോന്നുന്നില്ല അത് പഠിക്കുമ്പോൾ മറന്നുപോയി സാരി ഉടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ തന്നെയും അന്നും ആ വെള്ളവസ്ത്രവും ധരിച്ച് ആ സ്കൂളിൽ എപ്പോഴും വരുന്നതായ കാഴ്ച ഇതൊക്കെയും കണ്ട് 32 കൊല്ലം ഞങ്ങൾ ഇതില്ല. ഇതിൽ തന്നെ ഓരോ കാര്യങ്ങളിൽ തിരക്കുകയും ഒക്കെയും അറിഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ സാറിനെ സ്വാഗതം ചെയ്യുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എനിക്കുള്ളത്. ഈ വേദിയില് നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന എലിയാമ്മ സാറിന് ഒന്നുകൂടെ പറയുക, നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന എലിയാമ്മ സാറിന് ഈ പള്ളിയുടെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ പ്രത്യേകം സ്വാഗതം പറയണമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ തന്നെയും അച്ഛൻ്റെ ചുറുചുറുപ്പോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ, ഓരോ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുവാനുള്ള അർഹത, ബോധം ഇവയൊക്കെയും ബഹുമാനപ്പെട്ട അച്ഛനെ ദൈവം കൊടുത്തിട്ടുണ്ട്. അച്ഛനെയും ഈ സദസ്സിലേക്ക് ആർദ്രവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി മെമ്പേഴ്സ്, പിന്നീട് വർഗീസ്, തോമസ്, ജോൺസൺ എന്നിവരെയും എല്ലാവരെയും ആത്മവുമായിട്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ദൈവം ഒരു വാക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ശ്രീ വർഗീസ് തോമസിനെ ക്ഷണിക്കുന്നു. നിങ്ങളോടൊപ്പം ഈ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. ബഹുമാനപ്പെട്ട എലിയാമ്മ സാറ് എനിക്ക് തോന്നുന്നൊരു 30 വയസ്സിലൊക്കെ പ്രായമുള്ള ഈ ഇടവകയിലെ ഈ നാട്ടിലെ കുട്ടികളുടെ സ്കൂളിൽ പഠിച്ച എത്രയാൾക്കാരാണ്. അവർക്ക് അതിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും ഒരു ഗുരുനാഥയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ഭാഗം നടക്കേണ്ടവരില്ലാതെ അഭ്യസിപ്പിക്കാത്തവർ വൃത്തിനായാലും വിട്ടുപോകുകയില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാം ഈ
സാർ ഞങ്ങളെ പഠിപ്പിച്ച ഗുണത്തിൻ്റെ സാറിൻ്റെ പ്രാർത്ഥന, സാറിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരോടും കൂടെ ഞാൻ കൊണ്ട് എന്നുള്ളത് ഞാൻ അടിവരായിട്ട് ഇവിടെ പറയുകയാണ്. സാറിനെ പറ്റി പറയുമ്പോൾ വീണ്ടും പറയാനുള്ള ഒരു സാറിനുള്ള നാമധേയത്തേക്കാൾ ഉപരി ഒരു ഉന്നതിയുള്ള നാമധേയമാണ് സാറിനൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം നിങ്ങൾ 5 വർഷം കൂടി ഞങ്ങൾ കാണുന്ന ആ സമയം അന്ന് മുതൽ പ്രായത്തേക്കാൾ ഉപരി പക്വതകൊണ്ട് ഒരു സ്ത്രീക്ക് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു. അതുപോലെ ഇടവകയിലെ എല്ലാ ആൾക്കാർക്കും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് വളരെ മാതൃകയായിട്ട് അനുകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് എന്നുകൂടി അനുഗ്രഹിക്കുന്നത്. സാറിൻ്റെ ഇതുവരെ ദൈവം നടത്തി ഇനിയുള്ള തുടർന്നുള്ള ജീവിതത്തിലും ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ, ആ കുടുംബത്തിനും നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ സാറിൻ്റെ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഒരു പൊന്നാട ക്രമീകരിച്ചിട്ടുണ്ട്. പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി അത് തയ്യാറാക്കിയിരിക്കുന്നത് യുവജന പ്രസ്ഥാന അംഗങ്ങളാണ്. അത് അതോടൊപ്പം തന്നെ ബസേലിയോസ് പ്രാർത്ഥന യോഗത്തിന് വകയായിട്ടൊരു മൊമെന്റോ ഉണ്ട്. അത് ഷാജി അതോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു മൊമെന്റോ ഉണ്ട്. വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ജോൺസ് കോട്ടേജിൽ ശ്രീമതി ഈരിയമ്മ സാറിന് ഹൃദയം നിറഞ്ഞ നവതി ആശംസകളോടെ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം പിടികേടവതി സമർപ്പിക്കുന്ന അതോടൊപ്പം തന്നെ പള്ളിഭാഗം സ്ത്രീ സമാജം ടീച്ചറിന് ഒരു ഉപഹാരം. അതോടൊപ്പം തന്നെ മത്തുമറിയം സമാജം ഒരു ഉപഹാരം നൽകുന്നു. ഒരു മാസം
നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അവസാന ഘട്ടമെത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 20ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറി കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. 20ഓ 21 അല്ലെങ്കിൽ 15ാമത്തെ വയസ്സിൽ SSLC 2 വർഷം TPC ഉടൻ തന്നെ ജോലിക്ക് കയറി കാണും. 20ാമത്തെ വയസ്സിൽ കയറി കഴിഞ്ഞാൽ സർവീസിൽ 55ാമത്തെ വയസ്സിൽ റിട്ടയർ ആയി 55 ഏതാണ്ട് ഒരു സർവീസ് 2 സർവീസ് കാലഘട്ടം പെൻഷൻ വാങ്ങിയ ഒരു അധ്യാപികയാണ്. 2 സർവീസ് കാലഘട്ടം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായിരുന്നാലും ഒരു സർവീസ് കാലഘട്ടം ഉറപ്പായിട്ടും പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ അധ്യാപകർക്ക് പ്രായം കൂടിയാലും അറിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവര് ഈ പിള്ളേരുമായിട്ടുള്ള സഹവർത്തിത്വം അതുപോലെ കൊച്ചുകുഞ്ഞുമാണ്, അല്ലെങ്കിൽ ആ ഒരു 15 വയസ്സിന് താഴെയുള്ളവരാണ്. അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അവരെ പോലായിത്തീരും. സർവീസ് കാലഘട്ടം കഴിഞ്ഞാൽ ആ മധുരസ്മരണകൾ അയവിറക്കിക്കൊണ്ട് അവര് ജീവിക്കും. ഈ അധ്യാപകർക്ക് ഇങ്ങനെ പെട്ടെന്ന് പ്രായം തോന്നിക്കത്തില്ല. നമ്മുടെ ഏരിയാമ ടീച്ചറും ആ ഒരു കാറ്റഗറിയാണ്. പ്രത്യേകമായിട്ട് അച്ഛന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും തമ്പുരാൻ നല്ല ആരോഗ്യം നൽകട്ടെ, വിശ്വാസത്തിൽ ഉറപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഒരു കാര്യം കൂടി, നമ്മുടെ സമീപ ഇടവകയിൽ നിന്നുള്ള ലക്കി കൂപ്പണിന്റെ സെയിലുമായിട്ട് അതിന്റെ ഭാരവാഹികൾ നിങ്ങളെ സമീപിക്കുമ്പോൾ അവരുടെ ഉദ്യമത്തിന് വേണ്ടതായ പ്രോത്സാഹനം നിങ്ങൾ നൽകണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. കൈകുത്ത് കഴിഞ്ഞ ഒരു ചെറിയ ഭക്ഷണം, അതായത് ഒരു ലൈറ്റ് ലഞ്ച് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കണം എന്നുള്ള കാര്യം നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ സ്റ്റീൽ പാത്രം നമ്മുടെ പള്ളിയോട് കാണിക്കുക. മറ്റേ പ്ലാസ്റ്റിക് ട്രേ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യവും നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സഹകരണം അതിലുണ്ടാകണം. നമുക്ക് കൈമുട്ടി